കുക്കിംഗ് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു എൻ്റെ അടുക്കള ഒന്ന് നിങ്ങളെ കാണിച്ചു തരാം. ഇതിൽ ഭൂരിഭാഗം സാധനങ്ങളും 90% നമ്മൾ ഓൺലൈൻ മേടിച്ചാണ്. വേണ്ടവർക്ക് അതിൻ്റെ ലിങ്ക് വെച്ച് ഞാൻ അയച്ചു തരാം കേട്ടോ. തുടങ്ങാം. ഇത് മണ്ണിൻ്റെയാണ്. നമ്മുടെ കറിച്ചട്ടിയൊക്കെ മേടിക്കുന്ന ആൾക്കാരില്ലേ, അവർ ചെയ്തു തന്നാണ് കേട്ടോ. അത് ഒരു സ്ഥലത്ത് അങ്ങനെ മേടിച്ചതാണ്, നമ്മുടെ അടുത്തുനിന്ന് തന്നെ. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഫ്ലവർ വാസാണ്. ഇതൊക്കെ അറിയാലോ. പിന്നെ ഇത് നമ്മുടെ മീഷോ ആണ്. ഇത് ഹോം സെൻറ്റർ ആണ്. ഇത് ഫുട്പാത്തിൽ നിന്ന് വാങ്ങിച്ച ഏതൊരു ട്രേ ആണ് കേട്ടോ. ഇത് മീഷോ ആണ്. ഈ സ്റ്റാൻഡ് മീഷോ ആണ്. കപ്പ് പിന്നെ ഭരണി ഇതൊക്കെ മീഷോ ആണ്. കുപ്പി മീഷോ ആണ്. ഇതിലിരിക്കുന്ന കംപ്ലീറ്റും ഏകദേശം ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചാണ്. ആ ഫ്ലവർ, അത് തൂങ്ങി കിടക്കുന്ന ഫ്ലവർ മീഷോ നിന്ന് വാങ്ങിച്ചാണ്. ഷുഗർ ഒക്കെ വെച്ചത് മീഷോ നിന്ന് വാങ്ങിച്ചതാണ്. കോഴിക്കുഞ്ഞ് ഇത് ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇത് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് മീഷോ എന്ന് വാങ്ങിച്ചതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഹോം സെൻറ്ററിലെ ഭരണി. ഇത് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് കോലഞ്ചേരിയിലുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ഇത് നമ്മൾ പുകക്കുന്ന സാധനം കേട്ടോ. അത് ഞാൻ മീഷോ എന്ന് വാങ്ങിച്ചതാണ്. ഇത് മണ്ണിൻ്റെ കിണ്ടിയാണ്. കിണ്ടി ഇതിൽ ഞാൻ മണി പ്ലാന്റ് വരച്ചിട്ടുണ്ട്. ഇതൊരു എക്സിബിഷന് വാങ്ങിച്ചതാണ്. ഇതും ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇതൊക്കെ ഹോം സെൻറ്ററിൽ നിന്നൊക്കെ ഓൺലൈൻ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. കുറച്ച് കപ്പും സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നല്ല ഉപകാരപ്പെട്ടതാണ്. ഈ പൈപ്പുള്ളത്, അങ്ങനെ ലീക്കൊന്നും വന്നിട്ടില്ല ഇതുവരെ. നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാനും. ഇതൊക്കെ നമ്മൾ കുണ്ടന്നൂർ ആ ഭാഗത്ത് നിന്ന് കിട്ടിയ കൊട്ടയാണ്. ഇതിൽ കോഫി പൗഡർ അങ്ങനത്തെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഷെൽഫിലുള്ളതൊക്കെയും നമ്മൾ ഓൺലൈൻ തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ, ഈ ഭാഗം. പിന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളൊരു ഷെൽഫാണിത്. സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു സാധനം വെച്ചു കൊടുക്കണം. ഗ്ലാസ് വെച്ചതാണെങ്കിൽ ഇവിടെ ചില്ല് വെച്ചത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ചില്ല് പാത്രമൊക്കെ വെക്കണ്ട. ഇതാകുമ്പോൾ നമുക്ക് കുപ്പിയും പാട്ടയും എന്തൊക്കെയാണോ അതൊക്കെ അങ്ങനെ എടുത്ത് വെക്കാം. നമ്മുടെ ഫ്രിഡ്ജാണ്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു സ്റ്റാൻഡാണ് കേട്ടോ. ഇതിങ്ങനെ ഒളിച്ചവിടെ ഇരുന്നോളും. അച്ചാറോ അല്ലെങ്കിൽ ഇതിൻ്റെ കപ്പുകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫ്ലവർ വാസൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. ഇത് ഞാൻ ഒരു സ്രാവ് കറിയുടെ വീഡിയോ എടുത്തിട്ട് കറി വേവുന്നുള്ള ആ സമയത്ത് ഒരു ഷോർട്സ് ആക്കി ഇടാന്ന് വെച്ചിട്ടാണ്. ഇത് നമ്മൾ ചക്കയുടെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇടാൻ പോവാണ്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് രാവിലത്തെ ചിക്കൻ കറി ഞണ്ട് വേവിച്ച് വെച്ചത്. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ കിച്ചണിൽ ചെയ്യേണ്ട സാധനമാണ് ഇതുപോലത്തെ റാക്ക് ഓപ്പൺ ആയിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് കണ്ടോ, സവാള, വെളുത്തുള്ളി, ഉള്ളി അങ്ങനത്തെയൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എടുത്തിട്ട് സ്റ്റാൻഡ് കൂടെ വെച്ചേക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ.